ഒന്നാം സമ്മാനം 25 കോടി രൂപയുടെ ആ ലോട്ടറി വിറ്റിരിക്കുന്നത് പാലക്കാട്ടുള്ള ലോട്ടറി ഏജന്റ് പി തങ്കരാജനാണ്. തങ്കരാജൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരുമെന്ന് കരുതാം. TH577-825 ഒന്നാം സമ്മാനം. ആ ടിക്കറ്റ് കൈവശമുള്ള ഭാഗ്യവാനെ അല്പസമയത്തിനകം കണ്ടെത്താൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോട്ടറി തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് അതിൻ്റെ അവസാന ടിക്കറ്റുകൾ, അവസാന ഭാഗ്യ സമ്മാനങ്ങൾ അവിടെ നറുക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഏറ്റവും ആകാംക്ഷ ഒന്നാം സമ്മാനം എവിടെ, ആർക്ക്, ആര് വിറ്റ ടിക്കറ്റിന് എന്നുള്ളതാണ്. അതിൽ എവിടെയെന്നും ആര് വിറ്റത് എന്നും ഉത്തരം കിട്ടിയിരിക്കുന്നു. അത് വാങ്ങിയ ഭാഗ്യശാലി ആര് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് പാലക്കാട്ട് വിറ്റ ടിക്കറ്റാണ്. ലോട്ടറി ഏജന്റിന്റെ പേര് പി തങ്കരാജൻ എന്നാണ്. ലോട്ടറി നമ്പർ അതാണ് പ്രേക്ഷകർ കാണുന്നത്, TH577-825. ഈ ലോട്ടറി കൈവശമുള്ള ഭാഗ്യവാനാണ് 25 കോടിയുടെ ഓണം ബമ്പർ നറുക്കെടുപ്പിലെ വിജയ്. അത് വിറ്റിരിക്കുന്നത് പാലക്കാട്ടാണ്. ലോട്ടറി ഏജന്റിന്റെ പേര് പി തങ്കരാജൻ എന്നാണ്. അതിന് അല്പസമയത്തിനകം പാലക്കാട്ടേക്ക് പോകാം. അവിടെ വിറ്റ ടിക്കറ്റ് ലോട്ടറി ഏജന്റിനെ കണ്ടെത്തണം. അത് വാങ്ങിയ ആളിനെ ആ ഏജന്റിന് ഓർമ്മയുണ്ടോ എന്നറിയണം. ഏതായാലും 75 ലക്ഷം ടിക്കറ്റുകളിൽ ഒരെണ്ണം ഒഴികെ മുഴുവൻ വിറ്റുപോയ ഒരു ഓണം ബമ്പർ നറുക്കെടുപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഴുവൻ ആളുകളും എന്ന് വെച്ചാൽ രാവിലെ നമ്മളോട് സംസാരിച്ച ഒരു കണ്ണൂരിലെ പ്രകാശൻ എന്ന ആള് 93 ടിക്കറ്റാണ് എടുത്തിരുന്നത്. 46,500 രൂപയുടെ ടിക്കറ്റുകൾ അദ്ദേഹം എടുത്തിരുന്നു. അങ്ങനെ ഈ 75 ലക്ഷം ടിക്കറ്റുകൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തിയവരും ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയ ഒരു ഓണം ബമ്പർ നറുക്കെടുപ്പ് കാലമാണ് നമ്മളുടെ മുന്നിൽ കടന്നു പോകുന്നത്. അതിൽ മെഗാ ഭാഗ്യശാലി എന്ന് നമുക്ക് വിളിക്കാവുന്ന ആ 25 കോടിയുടെ സമ്മാനാർഹമായ ടിക്കറ്റ് കണ്ടെത്തിയിരിക്കുന്നു. അത് പാലക്കാട് ജില്ലയിലാണ് വിറ്റത്. ഏജന്റിന്റെ പേര് തങ്കരാജൻ എന്നാണ്. അദ്ദേഹം വിറ്റ ടിക്കറ്റ് അതിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനാർഹമായത് 577-825 TH സീരീസിൽപ്പെട്ടതാണ്. പാലക്കാട്ട് തുടർച്ചയായി പാലക്കാട്ട് ഇടവിട്ട വർഷങ്ങളിൽ ഇപ്പോൾ ഒരു വിവരം കൂടി വരുന്നുണ്ട്. ആ ഏജൻസി, പാലക്കാടുള്ള ഏജൻസി ടിക്കറ്റ് വിറ്റിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിലാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. അപ്പോൾ പാലക്കാട്ടെ ഏജൻസി, ആ ടിക്കറ്റിന്റെ ഉടമ അല്ലെങ്കിൽ ആ ടിക്കറ്റ് വിറ്റയാള് ആറ്റിങ്ങൽ, തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിലാണ് ആ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. റിനു, ഇതിൽ തങ്കരാജ് എന്നുള്ള ഏജന്റാണ്, അദ്ദേഹം പാലക്കാട്ടാണ് എന്നാണ് ഇത് ലോട്ടറി വകുപ്പ് പറഞ്ഞത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിലാണ് ഈ ലോട്ടറി വിറ്റത് എന്ന് വരുന്നു. അത് ഏജൻസി പാലക്കാട്ടും വിറ്റത് ആറ്റിങ്ങലും, അങ്ങനെയാണോ കരുതേണ്ടത്? വിജയകുമാർ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഭഗവതി ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിലാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഭഗവതി ഏജൻസിയിൽ 2022 ഒന്നാം സമ്മാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭഗവതി ഏജൻസിയിലെ ജീവനക്കാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആറ്റിങ്ങലാണോ നിങ്ങളുടെ പ്രധാന ഓഫീസ്? ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് എറണാകുളത്ത് വൈറ്റിലയിലെ ഷോപ്പിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്ന് പറയുന്നു, പാലക്കാടാണെന്ന് പറയുന്നു. എന്തായാലും ഭഗവതി ഏജൻസിക്കാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മുടെ ഹെഡ് ഓഫീസ് ആറ്റിങ്ങിലാണ്. അപ്പോൾ ലോട്ടറി ഓഫീസ് നേരിട്ട് ആറ്റിങ്ങൽ ടിക്കറ്റ് വന്ന് അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോ ബ്രാഞ്ചുകളിലും ടിക്കറ്റ് എത്തിക്കുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് ഇപ്പോൾ എത്തിയത് വിവരം കിട്ടിയിരിക്കുന്നത് എറണാകുളത്തെ വൈറ്റില ഷോപ്പിൽ ഹോൾസെയിലോട്ടാണ് ഈ ടിക്കറ്റ് പോയിട്ടുള്ളത്. അവിടുന്ന് കസ്റ്റമർ എടുത്ത ടിക്കറ്റിലാണ് ബസ് അടിച്ചിട്ടുള്ളത്. ഇപ്പം കസ്റ്റമർ നേരിട്ട് ആ ഹോൾസെയിൽ സ്ഥലത്ത് നിന്ന് എടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത്. കാരണം ഹോൾസെയിലെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കടക്കാരായിരിക്കും. കാരണം ബൾക്ക് എടുത്ത് പുറത്ത് കൊണ്ട് വിൽക്കുന്നവരായിരിക്കും. ഹോൾസെയിൽ പാലക്കാടാവാൻ സാധ്യതയുണ്ടോ? എവിടെയാവാൻ സാഹചര്യമുണ്ട്. കാരണം ഇപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് തന്നെ പാലക്കാട് കൊണ്ട് വിൽക്കാം, കാസർഗോഡ് കൊണ്ടിരിക്കാം. അത് അവിടെ താല്പര്യമാണ്. ചിലപ്പോൾ അവർക്ക് കാസർഗോഡ് കടലുള്ള ആൾക്കാരായിരിക്കും. ഈ തിരുവനന്തപുരം ടിക്കറ്റ് ചോദിച്ചുകൊണ്ട ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെ വിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് പ്രത്യേക കസ്റ്റമർ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ 14 ജില്ലയും കവർ ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ അടിക്കാൻ തിരുവനന്തപുരവും പാലക്കാടും തൃശ്ശൂരൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലാ ടിക്കറ്റുകളും പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഷോപ്പിൽ എല്ലാ ജില്ലാ ടിക്കറ്റും കവർ ചെയ്യുന്നത്. ഒരു വൈറ്റില ഷോപ്പിൽ നിന്ന് ടിക്കറ്റ് വേണമെങ്കിൽ തിരുവനന്തപുരത്തും വിൽക്കാം. തീർച്ചയായും വിൽക്കാം. ആണ് ആറ്റിങ്ങൽ ഹെഡ് ഓഫീസാണ്. അവിടെ നിന്ന് ടിക്കറ്റാണ് എല്ലാ ജില്ലയോടും സ്പ്രെഡ് ആവുന്നത്.
ഏതായാലും വിജയകുമാർ, ഇവർ നൽകുന്ന വിവരമനുസരിച്ച് ഭഗവതി ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് എന്ന് പറയുന്നത് ആറ്റിങ്ങിലാണ്. എല്ലാ ടിക്കറ്റുകളും ഈ ഭഗവതി ഏജൻസിയുടെ എല്ലാ ഷോപ്പുകളിലേക്കും ടിക്കറ്റ് പോകുന്നത് ഈ പ്രധാന ഓഫീസിൽ നിന്നാണ്. അവിടെ നിന്ന് ആറ്റിങ്ങലിൽ നിന്ന് വൈറ്റിലയിലെ ഏജൻസി ഓഫീസിലേക്ക് എത്തിയ ആ ടിക്കറ്റാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ ഹോൾസെയിലായിട്ട് ഈ ഷോപ്പിൽ നിന്ന് വന്ന് എടുക്കുന്ന കച്ചവടക്കാരുണ്ടാവാം. അത് പാലക്കാട് വിൽക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഏത് ജില്ലകളിൽ വേണമെങ്കിലും വിൽക്കാം എന്നുള്ളതാണ്. ഇനി അറിയേണ്ടുന്നത് ഈ ഭാഗ്യശാലി ആര് എന്നുള്ളതാണ്. ഇതിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ നമുക്കറിയില്ല, ഇത് ഭഗവതി ഏജൻസി മൊത്ത വിതരണ കേന്ദ്രമാണ്. അവിടെ നിന്ന് വൈറ്റിലയിലേക്ക് എത്തി, എറണാകുളത്ത് വൈറ്റിലയിലേക്ക് എത്തി. അവിടെ നിന്ന് ആര് വാങ്ങിയെന്ന് അറിയില്ല. വൈറ്റിലയിലെ മൊത്ത വിതരണ കേന്ദ്രത്തിൽ നിന്ന് ഒരുപക്ഷെ ചെറുകിട വിൽപ്പനക്കാരായിരിക്കും സ്വാഭാവികമായും അവിടെ നിന്ന് വാങ്ങുക. ആ ചെറുകിട വിൽപ്പനക്കാർ എവിടെയാണ് വിറ്റത് എന്നറിയില്ല. എന്തായാലും നമുക്ക് വൈറ്റിലയിൽ ലോട്ടറി ഏജൻസീസ്, ഭഗവതി ലോട്ടറി ഏജൻസീസ്, അവിടെ നിന്ന് ഏജൻസിയിൽ നിന്ന് റാഫി കരീം വിവരങ്ങൾ നൽകും. റാഫി, അത് അവിടെ നിന്ന് ആര് വാങ്ങി എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അപ്പോഴും അത് പാലക്കാടാവാം, അല്ലെങ്കിൽ എറണാകുളത്ത് തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റേത് ജില്ലയിലും ആകാം. അതൊരു പക്ഷേ ആ ലോട്ടറി മൊത്ത വിതരണ കേന്ദ്രത്തിലുള്ളവർക്ക് ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും ഏത് ഏജന്റാണ് വാങ്ങിയതെന്നും, അല്ലേ? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയിലെ ലോട്ടറി മൊത്ത വിൽപ്പന നടത്തുന്ന ഭഗവതി ഏജൻസിയിലാണ്. ഈ ഭഗവതി ഏജൻസിയിലെ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചേട്ടാ, ഈ ലോട്ടറി ഒരു ഏജന്റിനാണോ കൊടുത്തിരിക്കുന്നത്, അതോ നമുക്കത് എങ്ങനെ കണ്ടെത്താൻ കഴിയും? പേര് വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഞങ്ങളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ച് നോക്കിയാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം കിട്ടില്ല. ഈ ഇവിടെ നിന്ന് ഏതൊക്കെ ഭാഗത്തുള്ള ഏജന്റുമാർക്കാണ് ലോട്ടറി കൊടുക്കുന്നത്? എറണാകുളത്തുള്ളവരുണ്ട്, പല ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പം കൊടുങ്ങല്ലൂർ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, എറണാകുളത്ത് എടുക്കുന്ന ആൾക്കാരുണ്ട്, ചേർത്തല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, ചോറ്റാനിക്കര ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് ചെക്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് വരണം. എത്ര ഏജന്റുമാരുണ്ട് ഇവിടുന്ന് ലോട്ടറി വാങ്ങുന്നത്? 100ഓളം ഏജന്റുമാരുണ്ട്. സബ് എടുത്ത് പോകുന്നുണ്ട് അവർ. തന്നെ ഈ ഇത്തരത്തിൽ ഓണം ബമ്പർ വാങ്ങിച്ചിട്ടുണ്ടോ? മിക്കവരും എടുത്തിട്ടുണ്ട്. എത്ര സമയം വേണ്ടി വരും ഇനിയിപ്പോൾ ഒരു ആളെ കണ്ടെത്താൻ? ഒന്ന് ചെക്ക് ചെയ്തേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങൾ കിട്ടുന്നില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.